പ്രതികരിക്കുമ്പോൾ സാമാന്യ ബോധമുണ്ടാകണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണിയോട് CPI നേതൃത്വം. കൊല്ലം തേവലക്കരയിലെ 8ാം ക്ലാസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലാണ് മന്ത്രിയെ CPI നേതൃത്വം തിരുത്തിയത്. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, കേരളം ഒന്നാകെ ഈ അപകടത്തിന്റെ ദുഃഖത്തിൽ നിൽക്കുന്നതിനിടയിലാണ് ജില്ലയിലെ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം പുറത്തു വന്നത്. അതിനൊരു ഔചിത്യക്കുറവുണ്ട് എന്ന് മാത്രമല്ല, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളതാണ് CPI നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതിന്റെ ഭാഗമായി ഇടപെട്ട് മന്ത്രിയെ തിരുത്തിക്കുന്നു. CPIയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, സർക്കാരിന്റെ ഭാഗമായ CPIM നേതാക്കളുടെ ഭാഗത്തു നിന്നടക്കം അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയർന്നു വന്നു. നേരത്തെ ഒരു സൂംബ നൃത്തവും മന്ത്രിയെ വിമർശനത്തിന് വിധേയമാക്കിയതാണ്. ഇപ്പോഴെന്തായാലും ആ പരാമർശത്തിൽ നിന്ന് മന്ത്രി പിന്മാറുന്നുണ്ട്. വിവരങ്ങൾ എന്താണ്? റജിത്ത്, കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണം നടന്ന ഇന്നലെയാണ് മന്ത്രി ചിഞ്ചുറാണി ഈ കൊല്ലം ജില്ലയിൽ തന്നെ സൂംബ ഡാൻസ് കളിക്കുകയും ഒപ്പം ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. മന്ത്രിയുടെ ഈ വാക്കുകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നു വന്നത്. CPI തന്നെ അതിൽ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം നേരിട്ട് ഫോണിൽ തന്നെ വിളിച്ച് മന്ത്രി ചിഞ്ചുറാണിയോട് അത് അറിയിക്കുകയും ചെയ്ത് സാമാന്യ ബോധം ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യമാണ് നേതൃത്വം നേരിട്ട് അറിയിച്ചത്. അതിനെ തുടർന്നാണ് ഇന്ന് ക്ഷമാപണം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മന്ത്രി പോയത്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് മന്ത്രി. എന്തായാലും മന്ത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും രംഗത്തെത്തിയിരുന്നു. കുട്ടികളാകുമ്പോൾ മുകളിൽ കയറും എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. ചെരുപ്പെടുക്കാനൊക്കെ കയറും കുട്ടികളല്ലേ എന്നുള്ള തരത്തിലുള്ള ഒരു വിമർശനമാണ് അദ്ദേഹവും മുന്നോട്ട് വെച്ചത്. എന്തായാലും പ്രതിപക്ഷമടക്കം മന്ത്രി ചിഞ്ചുറാണിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി മന്ത്രിമാരുടെ നാവ് നിയന്ത്രിക്കണമെന്നാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി ചിഞ്ചുറാണി ഒരു ക്ഷമാപണം നടത്തി രംഗത്ത് എത്തിയത്. രജിത, CPI നേതൃത്വം ഫോണിൽ ബന്ധപ്പെട്ട അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ മന്ത്രി തന്റെ പ്രതികരണത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. ആ പരാമർശം തിരുത്തിയിട്ടുണ്ട്.